നമ്മോടൊപ്പം ഈ ചർച്ചയിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ ഒന്ന് വിശകലനം ചെയ്യാൻ വേണ്ടിയിട്ട് CPM നേതാവ് ജെയ്ക് സി തോമസ് കോട്ടയം സ്റ്റുഡിയോയിലുണ്ട്. ഒപ്പം ശ്രീ AM രോഹിത് കോൺഗ്രസ് നേതാവ്, അദ്ദേഹം നിലമ്പൂരിൽ നിന്നാണ്. അവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ സജീവമായിരുന്നു അദ്ദേഹം നിലമ്പൂരിൽ തന്നെ നമ്മോടൊപ്പം ചർച്ചയിൽ ചേരുന്നുണ്ട്. K ഗണേഷ് BJP നേതാവ് കോഴിക്കോട് നിന്നാണ്. അഡ്വക്കേറ്റ് ഷഹീദ് റൂമി ഈ TMCയുടെ അതായത് അൻവറിൻ്റെ പാർട്ടിയുടെ സ്റ്റേറ്റ് ചീഫ് കോർഡിനേറ്ററാണ്. അദ്ദേഹം കൂടെ നമ്മോടൊപ്പം ചർച്ചയിലുണ്ട്. ആദ്യം ശ്രീ AM രോഹിത്, ഇവിടെ അൻവർ ഫാക്ടർ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് കോൺഗ്രസിൻ്റെ UDFൻ്റെ വലിയ വിജയത്തിന് എന്ന് നമ്മൾ കണക്കാക്കുകയും അതെടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് മറ്റെന്തൊക്കെ കാര്യങ്ങളിലേക്ക് ഈ വലിയ വിജയങ്ങൾ ഉണ്ടാക്കിത്തന്നു എന്നാണ് കണക്ക് കൂട്ടുന്നത്? അല്ല, ആധികാരികമായിട്ട് UDFന് ഇത്തരമൊരു വിജയം സമ്മാനിച്ച നിലമ്പൂർ ജനതയോടും അതോടൊപ്പം തന്നെ ഈ ഉപതെരഞ്ഞെടുപ്പിന് UDFന് അനുകൂലമായി മാനസികമായിട്ടുള്ള ഐക്യം പ്രകടിപ്പിച്ച കേരളത്തിലെ ജനതയോടും ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം തൊട്ട് തന്നെ UDF വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇത് കേരളത്തിൽ 9 വർഷക്കാലം അധികാരത്തിലിരിക്കുന്ന ഒരു ഗവൺമെൻറ്റിനെതിരെയുള്ള വിലയിരുത്തലായി മാറുമെന്ന് ഞങ്ങൾ ആദ്യം മുതലേ പറഞ്ഞിട്ടുള്ളതാണ്. ഈ ഗവൺമെൻറ് 9 വർഷക്കാലം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ജനവിരുദ്ധ സമീപനങ്ങൾക്കെതിരെയുള്ളൊരു വലിയ ജനവിധിയാണ് ഇവിടെ ഇന്ന് നിലമ്പൂരിലുണ്ടായിട്ടുള്ളത്. ആധികാരികമായിട്ടുള്ള വിജയം തന്നെയാണ്. പ്രതിപക്ഷത്തിന് കേരളത്തിലെ ജനത നൽകിയ അംഗീകാരമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങുമ്പോൾ പ്രതിപക്ഷം എന്ന് പറയുന്നത് കഴിഞ്ഞ 9 വർഷക്കാലമായി ഭരണമില്ലാതെ പുറത്തിരിക്കുന്ന ഒരു മുന്നണി സംവിധാനമാണ്. പക്ഷേ കേരളത്തിൽ കഴിഞ്ഞ 9 വർഷക്കാലമായി അധികാരം കൈയാളുന്ന CPM നേതൃത്വം കൊടുക്കുന്ന ഒരു മുന്നണിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിച്ചിട്ടുണ്ടായിരുന്നത്. മുഖ്യമന്ത്രി, നമുക്കറിയാം, ഈ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളും അതുപോലെ തന്നെ നഗരസഭ ഉൾപ്പെടെയുള്ള മുഴുവൻ കേന്ദ്രങ്ങളിൽ വന്ന് അദ്ദേഹം നേരിട്ട് ഇറങ്ങി നടത്തിയ ഒരു ഉപതെരഞ്ഞെടുപ്പാണ്. അദ്ദേഹം പോകാത്ത സ്ഥലങ്ങളില്ല, അദ്ദേഹം പ്രസംഗിക്കാത്ത സ്ഥലങ്ങളില്ല. അങ്ങനെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇറങ്ങിക്കൊണ്ട് പ്രവർത്തിച്ച ഒരു തെരഞ്ഞെടുപ്പായി നിലമ്പൂരിനെ നമുക്ക് കാണാൻ സാധിക്കും. മന്ത്രിമാർ പൂർണ്ണമായി ഈ നിയോജക മണ്ഡലത്തിലുണ്ടായിരുന്നു. MLA മാർ പരിപൂർണമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. മാധ്യമങ്ങളുടെ ഒരുപറ്റം മാധ്യമങ്ങളുടെ പിന്തുണ സ്ഥാനാർത്ഥിക്കുണ്ടായിരുന്നു. LDF എന്ന് പറയുന്ന മുന്നണിക്കുണ്ടായിരുന്നു. കേരളത്തിൽ ഒരുപറ്റം വരുന്ന സാംസ്കാരിക നായകന്മാർ, എഴുത്തുകാർ മുഴുവൻ പറഞ്ഞത് LDFൻ്റെ സ്ഥാനാർത്ഥിയാണ് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി, അദ്ദേഹം ജയിക്കണമെന്ന് പറയുന്ന തരത്തിലേക്കുള്ള ഒരു പ്രചരണം കൊണ്ടുപോയി. PDPയുടെ പിന്തുണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കായിരുന്നു. ഹിന്ദു മഹാസഭയുടെ പിന്തുണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കായിരുന്നു. പക്ഷേ കേരളത്തിലെ ജനതയുടെ പിന്തുണ, നിലമ്പൂരിലെ ജനതയുടെ പിന്തുണ ഐക്യ ജനാധിപത്യ മുന്നണിക്കായിരുന്നു എന്ന് തെളിയിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇത് 2025 നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെയും അതുപോലെ തന്നെ 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സെമി ഫൈനൽ തെരഞ്ഞെടുപ്പായി കാണുന്നു. 25ലും 26ലും ലോക്കൽ ബോഡി ഇലക്ഷനിലും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ ഭൂരിപക്ഷത്തോടു കൂടി ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് വരാൻ പോകുന്നതിൻ്റെ സൈൻ, അതിൻ്റെ ഒരു സൂചനയാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകുന്നത്. ശരി, ഞാൻ തിരിച്ചു വരാം രോഹിത് താങ്കളിലേക്ക്. ശ്രീ ജെയ്ക് സി തോമസ്, ഇത് വൻ തിരിച്ചടിയല്ലേ ഉണ്ടായിരിക്കുന്നത്? പല കാരണങ്ങൾ, അതായത് PDP തൊട്ട് ഹിന്ദു മഹാസഭ വരെയുടെ ഉള്ള ആളുകളുടെ പിന്തുണയുണ്ടായിരുന്നു. മാധ്യമങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ്, നിങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായിട്ടാണ് നിന്നത് എന്നതൊക്കെ രോഹിത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് 2025 നിയമസഭാ തെരഞ്ഞെടുപ്പ്, 2026 ലോക്കൽ ബോഡി ഇലക്ഷനും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന വലിയ തിരിച്ചടിയുടെ ഒരു പ്രവചന സ്വഭാവമുള്ള വിധിയാണ് നിലമ്പൂരിലേതെന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുന്നതാണോ? വലിയ തിരിച്ചടിയല്ലേ ഉണ്ടായിരിക്കുന്നത്? അപ്പോൾ അങ്ങയുടെ ചോദ്യത്തിൻ്റെ 2 പ്രസക്തമായ ഭാഗങ്ങൾ, ഒന്ന് മറ്റാരെയും ഉദ്ധരിച്ച് അങ്ങയുടെ മാധ്യമ പ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ പറയുന്ന PDP മുതൽ ഏതോ ഒരു ഹിന്ദു മഹാസഭ, ഇവരുടെ വരെ പിന്തുണ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും സ്ഥാനാർത്ഥിക്കും ഉണ്ടായിരുന്നില്ലേ? അദ്ദേഹത്തിൻ്റെ തുടർച്ചയിൽ പറഞ്ഞത് സാഹിത്യ നായകന്മാരെല്ലാം ചില മാധ്യമങ്ങളുടെ പക്ഷപാതിത്വപരമായ പെരുമാറ്റത്തോടുകൂടെ ഇടതുപക്ഷത്തെ ഈ തെരഞ്ഞെടുപ്പിൽ പിന്തുണച്ചില്ലേ? എന്നിട്ട് ഏറ്റവും ഒടുവിൽ പറയുന്നു, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അനന്തരമുള്ള ഈ അന്തരീക്ഷത്തിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലൊക്കെ നിങ്ങൾക്ക് വലിയ പരാജയത്തെ നേരിടാൻ പോകുന്നതിൻ്റെ ഒരു മുൻകുറിയല്ലേ എന്നുള്ളത്. ഒടുവിലത്തെ ചോദ്യത്തിന് ഞാൻ ആദ്യം തന്നെ മറുപടി പറയാം. ഞാൻ ഏകപക്ഷീയമായി ആ കാര്യത്തിൽ എൻ്റെ ഒരു രാഷ്ട്രീയ അഭിപ്രായം പറയുന്നതായിട്ട് അങ്ങ് വിലയിരുത്തേണ്ട, അല്ലെങ്കിൽ ചർച്ച കേൾക്കുന്ന ആളുകൾ വിലയിരുത്തേണ്ട. 2019 ഞങ്ങളുടെയൊക്കെ തലമുറയുടെ അനുഭവത്തിൽ അതിഭീമാകാരമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന പരാജയമാണ് 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നേരിടേണ്ടതായി വന്നത്. അതായത് ഏതാണ്ട് ഒരു മണ്ഡലം ഒഴികെ ബാക്കി പരിപൂർണമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾക്ക് വലിയ തിരിച്ചടി നേരിടേണ്ട വന്ന തെരഞ്ഞെടുപ്പായിരുന്നു 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കണ്ടിട്ട് താൻ കേരളത്തിന്റെ ഭാവി മുഖ്യമന്ത്രിയായി സ്വപ്നം കണ്ടിരുന്നു എന്ന് പശ്ചാത്താപത്തോടുകൂടെ ഞാൻ മനസ്സിലാക്കുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെയോ മറ്റോ വേദിയിൽ പ്രസംഗിച്ച
കേരളത്തിന്റെ ആദരണീയനായ മുൻ പ്രതിപക്ഷ നേതാവിന്റെ വീഡിയോ ചിത്രങ്ങൾ, ആർക്കൈവുകൾ നിർബന്ധമായും താരതമ്യേന പുതിയ ചാനലെങ്കിലും അങ്ങയുടെ ചാനലിന്റെയും വീഡിയോ ശേഖരത്തിൽ കാണും എന്നെനിക്ക് ഉറപ്പുണ്ട്. 2020-ലും 2021-ലും 2019-ലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ആവർത്തിക്കുമെന്ന് പ്രഖ്യാപിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ഇപ്പോൾ കേരളത്തിൽ നിന്ന് കെട്ടുകെട്ടിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നവർ മത്സരിച്ചിരുന്നു. അവർക്ക് നേരിടേണ്ട വന്ന ദയാരഹിതമായ ജനവിധി എന്തായിരുന്നു? 2020-ലും 2021-ലും അതിന് മറുപടി പറയട്ടെ. അപ്പോൾ താൽക്കാലികമായി ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു തിരിച്ചടിയും ഒരു മഹാവിജയവും കണ്ട് ചരിത്രത്തിലുടനീളം ഇതാ ഇടതുപക്ഷ രാഷ്ട്രീയം അസ്തമിക്കാൻ വേണ്ടി പോകുന്നു, കേരള രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് തൂത്തെറിയപ്പെടാൻ പോകുന്നു എന്ന് ആരെങ്കിലും കിനാബ് കണ്ടാൽ കിനാബ് കാണുന്നവർക്കുള്ള മറുപടിയാണ് 2019 ആനന്തരമുള്ള നിരവധി തെരഞ്ഞെടുപ്പുകൾ. അതുകൊണ്ട് ചരിത്രത്തിലെ ഉദാഹരണം എല്ലാവരെയും നയിക്കട്ടെ, എല്ലാവർക്കും യുക്തിസഹമായി ചിന്തിക്കാൻ കരുത്ത് പകരട്ടെ എന്നാണ് അക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. പിന്നെ അങ്ങയുടെ ചോദ്യത്തിന്റെ ആദ്യ ഭാഗം, വർഗീയ ശക്തികളുടെ പിന്തുണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിച്ചിരുന്നു എന്നുള്ളത്, അത്തരമൊരു ചോദ്യത്തിന് ഞാൻ സത്യസന്ധമായി മനസ്സിലാക്കുന്നു, വർഗീയമായ ഭ്രാന്ത് തലയ്ക്ക് പിടിച്ച എന്നാൽ അല്പമെങ്കിലും വല്ലപ്പോഴും യുക്തിസഹമായി ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ പോലും അത്തരമൊരു ആരോപണം ഉന്നയിക്കാൻ തയ്യാറാകില്ല. ഈ ഹിന്ദു മഹാസഭ എന്ന് പറയുന്ന സഭയുടെ പ്രത്യേകത എന്താ? ശ്യാമപ്രസാദ് മുഖർജിയുമായിട്ടോ മറ്റോ ബന്ധമുള്ള അങ്ങനത്തെ ഏതെങ്കിലും ഒരു സഭയാണോ? ഇതേതായിരുന്നു ആ സഭ? അവിടെ വന്നിട്ടുള്ള ആളുടെ ഭൂതകാലം എന്തായിരുന്നു? ഞാനിപ്പോൾ ആരെയും വ്യക്തിപരമായി ആക്ഷേപിക്കാനോ മോശപ്പെടുത്താനോ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നില്ല. അപ്പം അത്രയും അധമമായ ചുറ്റുപാടുള്ള മറ്റേതോ രാഷ്ട്രീയ സംഘടനയുടെ ചെല്ലും ചെലവും സ്വീകരിച്ചിട്ട് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ഒന്ന് കുഴപ്പത്തിലാക്കാം എന്ന് സ്വപ്നം കണ്ട് വന്നിട്ടുള്ളയാളാണ്. പിന്നെ ഒറ്റ വാചകം പറഞ്ഞ് നിർത്തുന്നു, ഈ തെരഞ്ഞെടുപ്പിന്റെ ആധിപത്യത്തെ അങ്ങ് പരിശോധിച്ചാൽ മതി. ഇടതുപക്ഷ മുന്നണിയുടെ പ്രവർത്തകർ, നേതാക്കന്മാർ, സ്ഥാനാർത്ഥി ആരുമാവട്ടെ, അങ്ങയുടെ മാധ്യമ പ്രവർത്തക സമൂഹത്തിന്റെ ഏത് പ്രസക്തമായ ചോദ്യത്തിന് മുമ്പിലും വർഗീയതയുടെ പിന്തുണ വേണോ എന്ന ചോദ്യത്തിന് മുമ്പിൽ ചർച്ച 4 പേരിലേക്കൊന്ന് പോയതിനു ശേഷം എനിക്കുള്ള ചോദ്യങ്ങളുമായിട്ട് ഞാൻ വരാം. അത് 2 നേതാക്കൾ കൂടെ നമുക്കിപ്പോൾ ഇരിക്കുന്നുണ്ടല്ലോ, അവരിലേക്ക് പോയതിനു ശേഷം ഞാൻ ചോദ്യങ്ങളുമായിട്ട് തിരിച്ചു വന്നുകൊള്ളാം. ഈ വർഗീയതയുമായി ബന്ധപ്പെട്ട കാര്യം താങ്കൾ വൈകി വന്ന് കേട്ടതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതല്ലാതെ കോൺഗ്രസ് നേതാവ് പറഞ്ഞതിനെ ഞാൻ ഉദ്ധരിച്ച് അങ്ങോട്ട് ചോദ്യമായിട്ട് ചോദിച്ചതാണ്. ഞാൻ വരാം. ശ്രീ ഷഹീദ് റൂമി, അവിടെ അൻവർ എത്ര വോട്ട് പിടിക്കും എന്നതായിരുന്നു ആദ്യഘട്ടം മുതൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്ന്. അൻവർ ഏതാണ്ട് നല്ല വോട്ട് പിടിച്ചിരിക്കുന്നു. ആ വോട്ടിൻ്റെ കൂടെ ബലത്തിലാണ് UDF വലിയ വിജയം ഉണ്ടായിരിക്കുന്നത് എന്നെല്ലാവരും പറയുന്നു. താങ്കൾ അങ്ങനെ കാണുന്നുണ്ടോ? ഈ അൻവർ ഇത്ര വോട്ട് പിടിച്ചില്ലായിരുന്നുവെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിന് ഈ നിലക്കുള്ള വിജയം കിട്ടുമായിരുന്നില്ല എന്നൊരു വിലയിരുത്തൽ നടത്തിയാൽ പിശകുമോ? ഒരിക്കലുമില്ല. ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് അൻവർ ഇടതുപക്ഷത്തോട് പിണങ്ങി പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹം പറഞ്ഞ രാഷ്ട്രീയമാണ് നിലമ്പൂർ ചർച്ച ചെയ്തതിൽ ഒരു സംശയമില്ല. UDF വിജയത്തിന് വരെ കാരണമായത് അൻവർ ഉയർത്തിയ രാഷ്ട്രീയമാണ്. വളരെ പ്രസക്തമായ രാഷ്ട്രീയമാണ് അദ്ദേഹം ഉയർത്തിയത്. ദേശീയ തലത്തിൽ സംഘപരിവാർ ഇങ്ങനെ ഇപ്പോഴൊന്ന് ആലോചിച്ചു, ജയിക്കന്നെ ചർച്ച ചെയ്യണ എന്താ? ഇവിടെ വർഗീയതയാണ് ഇവിടെ ജയിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ വർഗീയതയുടെ ആളുകളാണ്. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിലെ സംഘപരിവാർ ഉയർത്തുന്ന രാഷ്ട്രീയത്തെ ഇടതുപക്ഷം ലഘൂകരിച്ച് കാണുന്നു എന്നുള്ളതാണ് അൻവർ പറഞ്ഞ ആരോപണത്തിൻ്റെ ആകത്തുക. അത് ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി, ഞങ്ങളൊക്കെ മണ്ഡലത്തിലുള്ള ആളുകളാണ്, ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ സ്ഥലത്തും തൻ്റെ വികസനത്തെക്കുറിച്ച് പറയുന്നതിന് പകരം മുഖ്യമന്ത്രി വഴിക്കടവിലെ പരിപാടി ഉദ്ഘാടനം ചെയ്തത് ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് പറഞ്ഞിട്ടാണ്. അമരമ്പലത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്തത് ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് പറഞ്ഞിട്ടാണ്. ഞങ്ങൾ ചോദിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ നിലമ്പൂരിലെ പ്രസക്തി എന്താ? ഞങ്ങളതിൽ UDF പിന്തുണച്ചു, PDP അപ്പുറത്ത് പിന്തുണച്ചു എന്നതിനേക്കാളുപരി കാര്യപ്രസക്തമായ വിഷയങ്ങൾക്കപ്പുറത്തേക്ക് വർഗീയതയെ കൂട്ടുപിടിച്ച് അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ വർഗീയതയെ ലഘൂകരിച്ചു. അതിലേക്ക് തലേ ദിവസം ഗോവിന്ദൻ മാഷിൻ്റെ ഒരു തള്ള് അദ്ദേഹം പറഞ്ഞു, എന്ത് ഞങ്ങൾ RSSനായിട്ട്, എന്താ കാരണം? RSSനായിട്ട് ഞങ്ങൾ സന്ധി ചെയ്തിട്ടുണ്ട്, ചേർന്ന് നിന്നിട്ടുണ്ട്. അതിൻ്റെ മലയാളം എന്താ? ഈ സ്വരാജ് എന്ന് പറയുന്ന ഒരു നായർ ഹിന്ദുവാണ്, നിങ്ങളെ വോട്ട് ഇങ്ങോട്ട് ചെയ്തോളിന്നാ കഞ്ഞു കുടിക്കുന്ന ആർക്കും അറിയാതെ. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും വലിയ തിരിച്ചടി ഉണ്ടായത് അൻവർ ഉയർത്തി. അപ്പോൾ അന്ന് അൻവർ പറഞ്ഞു ഞങ്ങളെ UDF കൂടെ നിർത്തിയിരുന്നെങ്കിൽ ഇന്നത്തെ സ്ഥിതി എന്താ? 40,000 വോട്ടിന് UDF ജയിക്കാമായിരുന്നു. ജയിച്ചിരുന്നെങ്കിൽ കേരളത്തിലെ ഭരണവിരുദ്ധ വികാരത്തെക്കുറിച്ചും കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെ കുറിച്ചും ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതാണ് എന്തുകൊണ്ട് അൻവർ ഉയർത്തിയ രാഷ്ട്രീയം ഇവിടെ വിജയിച്ചു. ഞങ്ങൾ അതിൽ അഭിമാനിക്കുന്നു. അത് ഞങ്ങൾ ഒരൊറ്റ ചോദ്യം കൂടി ചോദിച്ച ശേഷം ഞാൻ ഒന്ന് BJP നേതാവിലേക്ക് കൂടെ പോകാം. ശ്രീ സയ്യിദ് റൂമി, ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദം ഇല്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞാൽ അത് ഒരു തെരഞ്ഞെടുപ്പ് വേദിയിൽ ചർച്ച ചെയ്യുന്നതിനെ എങ്ങനെയാണ് കുറ്റമായിട്ട് കാണുക?
ഈ ഗോവിന്ദൻ മാഷ് പറഞ്ഞ രണ്ടാമത്തെ പാർട്ട് അവിടെ നിൽക്കട്ടെ. ഈ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട ഒരു വിവാദം, സംവാദം ഈ തെരഞ്ഞെടുപ്പ് വേദിയിൽ വരുന്നത് പിശകുണ്ടോ? ഇനിയിപ്പോൾ ഭാവിയിലാണെങ്കിലും ജമാഅത്തെ ഇസ്ലാമി പിന്തുണക്കുന്ന വെൽഫെയർ പാർട്ടി UDF-നകത്തൊരു ഘടകകക്ഷിയായിട്ട് വരുന്നത്, അസോസിയേറ്റഡ് ഘടകകക്ഷിയായി വരുന്നത് ഒക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കുഴപ്പമില്ല എന്ന തോന്നലാണോ ഉള്ളത്? നിങ്ങളിപ്പോൾ ഒരു UDF-നെ ഉപദേശിക്കാനുള്ളൊരു സ്റ്റേജിൽ എത്തുകയാണെങ്കിൽ വന്നാൽ കുഴപ്പമില്ല വെൽഫെയർ പാർട്ടി എന്ന നിലപാടാണോ സ്വീകരിക്കുക? ഇല്ല അല്ല, അതിലേക്ക് നമുക്ക് വരാം. ഞങ്ങളിവിടെ ചോദിക്കുന്നത് അതല്ല ഇവിടെ ചർച്ച ചെയ്യേണ്ടത് എന്നാ. UDF-ന് അദ്ദേഹം അതിന് സർട്ടിഫിക്കറ്റ് ചെയ്തതും കൊടുത്തതൊന്നും ഞങ്ങളിപ്പോൾ പറയുന്നില്ല. ഞങ്ങളിവിടെ പറയുന്നത് എന്താ, LDF കാലങ്ങളായിട്ട് ഞാൻ ചോദിക്കുന്നത് RSS-ന് അതേ തീവ്രതയോടെ ഇവർ എതിർക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രശ്നം. ഞങ്ങൾ എല്ലാ വർഗീയതക്കും എതിരാണ്, എല്ലാ വർഗീയതയും ഇവിടെ പാടില്ല. ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദം അതൊക്കെ നമുക്ക് വേറെ ചർച്ച ചെയ്യാം. പക്ഷേ ഈ വർഗീയതകളോട് ഒരു ആവശ്യം വരുമ്പോൾ ഇപ്പൊ നേരത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ചിട്ടുള്ളവരല്ലേ ഇവിടുത്തെ LDF സ്വീകരിച്ചിട്ടില്ല അവർക്ക് പറയാൻ പറ്റുമോ? ശരി, ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. നമ്മൾ ജമാഅത്തെ ഇസ്ലാമിൽ നിൽക്കണ്ട. പക്ഷേ എനിക്ക് ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല എന്നൊരു തോന്നലുണ്ട്. ഞാൻ താങ്കളിലേക്ക് വന്നുകൊള്ളാം. അതൊരു പ്രധാനപ്പെട്ട വിഷയമാണല്ലോ. എന്ന് മാത്രവുമല്ല, ഇതിപ്പോൾ വോട്ട് എല്ലാം എണ്ണിക്കഴിഞ്ഞു, വിജയമൊക്കെ ആളുകൾക്ക് എത്ര വോട്ട് എന്നതടക്കം പുറത്തേക്ക് വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ അങ്ങോട്ട് രാഷ്ട്രീയമായിട്ട് ചോദ്യം ചോദിക്കേണ്ടുന്ന കാര്യങ്ങൾ ഉണ്ടാകുമല്ലോ. രാഷ്ട്രീയമായ വിഷയങ്ങൾ അവിടെ ബാക്കിയാണല്ലോ. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി വിഷയം വീണ്ടും ചർച്ചയാകുമായിരിക്കും. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ഗണേഷ്, ഇവിടെ വോട്ട് കുറഞ്ഞു BJP-ക്ക്. ആദ്യഘട്ടത്തിൽ മത്സരിക്കാൻ താല്പര്യമില്ലായിരുന്നു രാജീവ് ചന്ദ്രശേഖരനും മറ്റും എന്ന ഒരു തോന്നലാണ് ഉണ്ടായിരുന്നത്. താങ്കളോട് ചോദ്യത്തിൻ്റെ രണ്ടാണ്. ഒന്ന്, BJP വിചാരിച്ച കാര്യം നടന്നോ അവിടെ? രണ്ടാമത്തേത്, അവിടെ പൊതുവിലുണ്ടായിരിക്കുന്ന തെരഞ്ഞെടുപ്പ് വിജയം ആര്യാടൻ ഷൗക്കത്തിൻ്റേത് ഈ സർക്കാർ വിരുദ്ധ വികാരം കൊണ്ടുണ്ടായ വിജയമാണ് ഈ ആര്യാടൻ ഷൗക്കത്തിന് ഉണ്ടായിരിക്കുന്നതെന്ന വിലയിരുത്തലാണോ BJP-ക്കും ഉള്ളത്? സനീഷ് പറഞ്ഞല്ലേ, വോട്ട് കുറയുകയല്ല BJP-ക്ക് അവിടെ ചെയ്തത്. ദേശീയ ജനാധിപത്യ സഖ്യത്തിന് വോട്ട് കൂടുകയാണ് അവിടെ ചെയ്തത്. കഴിഞ്ഞ 2021 ഇലക്ഷനെ അപേക്ഷിച്ച് വോട്ട് വർദ്ധിപ്പിക്കുവാൻ BJP-ക്ക് ജനാധിപത്യ സഖ്യത്തിനും സാധിച്ചു എന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടുള്ള ഈ ബൈ ഇലക്ഷനുകളിലൊക്കെ പ്രകടനം എടുത്തു നോക്കുന്ന സമയത്ത് നമുക്ക് വോട്ട് വർദ്ധിപ്പിക്കുവാൻ സാധിക്കുക എന്നത്, കാരണം വലിയ രണ്ട് ശക്തികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന സമയത്ത്, കാരണം വലിയ സർക്കാർ സംവിധാനങ്ങൾ, മുഴുവൻ MP-മാർ, മുഴുവൻ മന്ത്രിമാരും ഒക്കെ അവിടെ കേന്ദ്രീകരിച്ച്, ഓരോ വോട്ടർമാരെയും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നിടത്ത് BJP-ക്ക് വോട്ട് വർദ്ധിപ്പിക്കുവാൻ സാധിച്ചു എന്നത് വലിയ വിജയം തന്നെയാണ്. അത് യാതൊരുവിധ സംശയവുമില്ല. നിങ്ങൾ മറിച്ച് മറ്റ് രണ്ട് മുന്നണികളുടെ അവസ്ഥ എടുത്തു നോക്കൂ. കേരളത്തിലെ മുഖ്യമന്ത്രി കേരളത്തിൽ നിലമ്പൂരിലെ മുഴുവൻ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും അവിടെയൊക്കെ നേരിട്ട് അദ്ദേഹം പ്രചരണം ഏറ്റെടുത്ത് പ്രവർത്തിക്കുകയുണ്ടായി. എന്താ അവിടത്തേക്ക് സ്ഥിതി? പല സ്ഥലങ്ങളിലും ഭൂരിപക്ഷം CPM-ന് ഭൂരിപക്ഷമുള്ള പഞ്ചായത്തുകളിൽ പോലും CPM പിന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായി എന്നതാണ്. അപ്പോൾ ഇതൊക്കെ നോക്കുന്ന സമയത്ത് കേരളത്തിന് എല്ലാ മന്ത്രിമാരും അവിടെ ഓരോ പഞ്ചായത്തുകളിൽ വന്ന് തമ്പടിച്ചിട്ട് പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തു. എന്താ ഉണ്ടായിരിക്കുന്നത്? അവർക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചോ? അപ്പോൾ ആ സർക്കാരിനെതിരെയുള്ള, ഇവിടുത്തെ പിണറായി വിജയൻ സർക്കാരിനെതിരെയുള്ള ഒരു വോട്ട് അത് UDF-ലേക്ക് പോയി എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ നിങ്ങൾ എടുത്തു നോക്കൂ, അവർക്ക് അത് വലിയ തോതിൽ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുവാൻ അവർക്ക് സാധിച്ചിട്ടില്ല. കാരണം എന്തുകൊണ്ടാണ്? അവരവിടുത്തെ ഇത്തരം ഈ ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള വർഗീയ ശക്തികളുമായിട്ട് കൂട്ടുകൂടിക്കൊണ്ട് കേരളത്തിലെ പ്രതിപക്ഷ സംഘടന അത്തരത്തിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്ന സമയത്ത് അവർക്ക് ആ വോട്ട് എത്തിക്കുവാൻ അവർക്ക് സാധിച്ചില്ല. അതുകൊണ്ടാണ് അവിടെ വോട്ട്, അതായത് ഈ സർക്കാരിനെതിരെയുള്ള വോട്ട് BJP-ക്കും അൻവറിനും അനുകൂലമായിട്ട് മാറി. അതുകൊണ്ടാണ് BJP-ക്കും അൻവറിനും അനുകൂലമായിട്ട് വോട്ട് വന്നിരിക്കുന്നത്. അത് ഈ LDF സർക്കാരിനെതിരെയുള്ള ജനവിരുദ്ധ വികാരം തന്നെയാണ് BJP-ക്കും അൻവറിനും വോട്ട് വർദ്ധിപ്പിക്കുവാനുള്ള കാരണമായിട്ട് മാറിയിരിക്കുന്നത് യഥാർത്ഥ കാരണമാണ്. മറ്റൊരു കാര്യം, ഇവിടെ അൻവർ ഉന്നയിച്ചൊരു കാര്യം, ആ അൻവർ ഉന്നയിച്ച കാര്യം അവിടെ ചർച്ച ചെയ്തോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ ചർച്ച ചെയ്തത് എന്തായിരുന്നു? അൻവർ ഉന്നയിച്ച വിഷയം എന്തായിരുന്നു? അവിടെ ആ ഇലക്ഷൻ രാഷ്ട്രീയത്തിൽ അൻവർ ഉന്നയിച്ച ഏതെങ്കിലും വിഷയം, അത് അൻവർ പോലും ആ വിഷയം ഉന്നയിച്ചിട്ടില്ല. അവിടെ നടന്നെന്താ? ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള കൂട്ടുകെട്ട്, അല്ലെങ്കിൽ PDP-യുമായുള്ള കൂട്ടുകെട്ട്, ഇത്തരത്തിലുള്ള വർഗീയ വിഷയങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനാണ് രണ്ട് മുന്നണികളും, കേരളത്തിലെ രണ്ട് മുന്നണികളും കടന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പറഞ്ഞോളൂ. പ്രതീക്ഷിച്ചു അതല്ല ഞാൻ സനീഷിന്റെ കയ്യിൽ നിന്ന് പ്രതീക്ഷിച്ചു. നിങ്ങൾക്ക് വോട്ടിംഗ് മെഷീനിൽ ഇപ്പോ വിശ്വാസക്കുറവൊന്നും ഇല്ലല്ലോ അല്ലെ? കാരണം ഈ വിജയങ്ങളൊക്കെ കാണുന്ന സമയത്ത്, കാരണം മറ്റുള്ള ഇലക്ഷനിലൊക്കെ നടക്കുന്ന സമയത്ത് വോട്ടിംഗ് മെഷീനിലും അവിടുത്തെ തെരഞ്ഞെടുപ്പിലൊക്കെ അവിശ്വാസം രേഖപ്പെടുത്തുന്ന പലതരത്തിലുള്ള ആളുകളെയും മാധ്യമപ്രവർത്തകരെയും നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് വിജയം ഉണ്ടാകുമ്പോൾ സംശയം പോലെ ഇവിടെ നിലമ്പൂരിൽ നടക്കുമ്പോഴൊക്കെ നമുക്ക് തോന്നുന്നു.
അതൊരു നിങ്ങളെ മെഗാ സംവിധാനം, രാജ്യം മുഴുവൻ ഭരിക്കുന്ന സകലമാന സംവിധാനങ്ങൾക്കകത്തും വലിയ സ്വാധീനമുള്ള ഒരു സംവിധാനം. ഇവിടെ ഒരു സംശയം അതൊരു വിഷയമല്ല, നമുക്കത് അറിയില്ലട്ടോ. ഇവിടെ നമുക്കതൊരു വിഷയമല്ല. ഇത് ജനങ്ങളുടെ പൾസ് അനുസരിച്ചുള്ളൊരു വോട്ടിംഗ് ആണ് അവിടെ നടന്നതെന്ന് മനസ്സിലാക്കാനാവുന്നതേ ഉള്ളൂ. ഇതിനകത്ത് എന്തെങ്കിലും ഈ പറഞ്ഞ യന്ത്രത്തെ സംശയിക്കേണ്ടുന്ന കാര്യമൊന്നുമില്ലല്ലോ. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ രോഹിത്, ഇവിടെ ഭരണവിരുദ്ധ വികാരമുണ്ട്, അതിൻ്റെ തെളിവാണ് നിലമ്പൂരിലെ ഈ വിധി എന്ന് പറയുകയും നിങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇതുപോലെയുള്ള ഫലം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. മൂന്നാം പിണറായി സർക്കാർ അല്ലെങ്കിൽ മൂന്നാം ഇടത് സർക്കാർ വരുമെന്ന് വിചാരിക്കുന്ന ഇടതുപക്ഷത്തിന് അങ്ങനെയല്ല, മൂന്നാമത് വരാൻ പോകുന്ന അല്ലെങ്കിൽ അടുത്തായിട്ട് വരാൻ പോകുന്നത് UDFൻ്റെ സർക്കാരാണ് എന്ന് വിചാരിക്കുകയും ചെയ്യുന്നു. അതിന് കാരണമായിട്ട് നിങ്ങൾ വിചാരിക്കുന്ന നിലമ്പൂർ അടക്കമുള്ള ഉപതെരഞ്ഞെടുപ്പുകളിലെ വിധിയാണല്ലോ. ഇപ്പോൾ പുതുപ്പള്ളിയിൽ ജയിക്ക് മത്സരിച്ച് തോറ്റ് സ്ഥലം, അവിടെ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും ജനപ്രിയനായ ഒരു മുൻ മുഖ്യമന്ത്രി അദ്ദേഹം അന്തരിച്ചതിന് ശേഷം ഉണ്ടായ തെരഞ്ഞെടുപ്പ്, അതിനകത്ത് സ്വാഭാവികമായിട്ടും വിജയിക്കും. തൃക്കാക്കരയിലാണെങ്കിൽ PT തോമസ് വളരെ ജനപ്രിയനായിട്ടുള്ള നിറയെ ആൾക്കാരുള്ള PT തോമസ് അകാലത്തിൽ എന്ന് പറയാവുന്ന വിധത്തിൽ അദ്ദേഹം അന്തരിച്ചു പോയതിനു ശേഷമുള്ള തെരഞ്ഞെടുപ്പ്, അതിൽ സ്വാഭാവികമായിട്ടും UDF അദ്ദേഹത്തിൻ്റെ ബന്ധുവായിട്ടുള്ള ഭാര്യയായിട്ടുള്ള ആൾ സ്ഥാനാർത്ഥി ജയിക്കുന്നു, സ്വാഭാവികമായിട്ടുള്ള കാര്യം. പാലക്കാട് ഷാഫി പറമ്പിൽ ശ്രീധരനെതിരെ പോലും പോരാടി വിജയിച്ച അതിശക്തനായിട്ടുള്ള നേതാവ് അദ്ദേഹം മാറിപ്പോയതിൻ്റെ ഭാഗമായിട്ട് അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു, സ്വാഭാവികമായിട്ടുള്ള വിജയമാണ്. ഇപ്പം നിലമ്പൂരിലും സ്വാഭാവികമായിട്ടുണ്ടായിരിക്കുന്നൊരു വിജയം. ഇത് വെച്ചിട്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് അനുകൂലമായിട്ട് വിധി വരുമെന്ന് പറഞ്ഞാൽ അത് തെറ്റാവുകയില്ലേ? ഇത് മുഴുവൻ കാണിക്കുന്നത് ഭരണവിരുദ്ധ വികാരമാണ് എന്ന് പറഞ്ഞാൽ തെറ്റാവുകയില്ലേ? ഭരണവിരുദ്ധ വികാരമായിരുന്നുവെങ്കിൽ ചേലക്കരയിൽ കൂടെ ആ ഭരണവിരുദ്ധ വികാരം പ്രകടിപ്പിക്കേണ്ടതായിരുന്നു എന്ന തോന്നലുണ്ടാവില്ലേ നമുക്ക്? അങ്ങനെ ഈ പറഞ്ഞ തൃക്കാക്കരയിലും അതുപോലെ തന്നെ പുതുപ്പള്ളിയിലും പാലക്കാടൊക്കെ നടന്ന തെരഞ്ഞെടുപ്പുകൾ ഒരുപക്ഷെ ഉമ്മൻചാണ്ടി സാറിൻ്റെ മരണശേഷവും PT തോമസിൻ്റെ മരണശേഷവും മാത്രമാണ് UDFന് ജയിക്കാൻ സാധിച്ചത്. അവിടെ ഒരു മറ്റു തരത്തിലുള്ള വികാരം ഉണ്ടായിരുന്നു എന്ന് സമ്മതിച്ചാൽ തന്നെ പാലക്കാട് വലിയ മത്സരം നടന്നതാണല്ലോ. BJP ഉൾപ്പെടെ ഒരു നിർണായക ശക്തിയായിരുന്ന സ്ഥലത്ത് ഒരുപക്ഷെ LDF ഞങ്ങൾ പരാജയപ്പെടാൻ പോകുന്നു എന്ന തരത്തിലുള്ള വലിയ ക്യാമ്പയിനൊക്കെ നടത്തി അതിനൊക്കെ അതിജീവിച്ചിട്ടാണ് ഞങ്ങൾ വിജയിച്ചത്. ഇപ്പോൾ ചേലക്കരയുടെ കാര്യം നിങ്ങൾ പറയുമ്പോൾ തന്നെ ചേലക്കരയിൽ LDFന് 2021 കിട്ടിയിരുന്ന വോട്ടും അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പ് അവർക്ക് കിട്ടിയ വോട്ടിൻ്റെ പാറ്റേൺ മാത്രം പരിശോധിച്ച് നോക്കിയാൽ മതി ഭരണവിരുദ്ധ തരംഗം ഉണ്ടായിരുന്നോ ഇല്ലേ എന്ന് മനസ്സിലാക്കാൻ. ഇപ്പോൾ ഇവിടെ ഈ 9 വർഷക്കാലം ഈ നിലമ്പൂർ നിയോജക മണ്ഡലം തന്നെ 9 വർഷക്കാലം ഇപ്പോൾ ഒരുപക്ഷെ ആര്യാടൻ മുഹമ്മദ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെയാണ് ആര്യാടൻ ഷൗക്കത്ത് ഇവിടെ മത്സരിക്കുന്നത്. അതിനുശേഷം VV പ്രകാശ് മത്സരിച്ചു. അന്നൊക്കെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ മണ്ഡലമാണ്. ആ മണ്ഡലമാണ് 9 വർഷത്തിന് ശേഷം ഒരു ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണമായിട്ടുള്ള സംവിധാനം, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പൂർണ്ണമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ തന്നെയാണ് ഞങ്ങൾ ആധികാരികമായിട്ട് വിജയം ഉണ്ടാകുന്നത്. ആ വിജയം അത് ഈ സർക്കാരിനെതിരെയുള്ള വിജയമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ലഘൂകരിച്ചുകൊണ്ടൊന്നും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇത് കേരളത്തിലെ എല്ലാ പൊതുജനങ്ങളും ഒന്നടങ്കം പറഞ്ഞിട്ടുള്ളത് ഇത് സർക്കാരിനെതിരെയുള്ള വിധിയാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പിലുടനീളം ഇപ്പോൾ സനീഷ് അവിടെ വന്ന് ഈ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തനം നടത്തിയ ആളാണ്. ഞങ്ങൾ UDF ഈ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ഘട്ടത്തിലും ഉന്നയിച്ചത് സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഞങ്ങൾ പെൻഷനെക്കുറിച്ച് കാര്യങ്ങൾ ഉന്നയിച്ചു, ഞങ്ങൾ ലൈഫ് ഇഷ്യൂമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വിഷയങ്ങൾ ഉന്നയിച്ചു, ഇവിടെ വൈദ്യുതി വർധനവ്, അതുപോലെ തന്നെ വീട്ടുനികുതി, അങ്ങനെ നിരവധിയായി ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. LDF പറഞ്ഞത് ഏതാണ്? LDF ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടും മറ്റു തരത്തിലേക്ക് വിവാദങ്ങളിലേക്ക് ഈ വിഷയത്തെ കൊണ്ടുവരുവാൻ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കൊണ്ടുവരുവാൻ ശ്രമിച്ചപ്പോഴൊക്കെ ഞങ്ങൾ ഊന്നി നിന്നത് ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം, സർക്കാരിൽ നിന്ന് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ ക്യാമ്പയിൻ മൊത്തം കൊണ്ടുപോയത്. ആ ക്യാമ്പയിന് ഞങ്ങൾക്ക് ജനം നൽകിയ വിധിയാണ്, ഞങ്ങൾക്ക് അനുകൂലമായി അവർ പ്രതികരിച്ചതിൻ്റെ വിധിയാണ് ഈ തെരഞ്ഞെടുപ്പിനകത്ത് കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് സർക്കാരിനെതിരെയായിട്ടല്ലേ പ്രതിഫലിക്കുകയുള്ളൂ. അതാണ് ശ്രീ ജെയ്ക്സി തോമസ്, അത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതായത് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ വലിയ തോതിൽ പ്രചാരണത്തിലൊക്കെ വന്നിരുന്നെങ്കിലും ഈ പറയുന്നത് പോലുള്ള ഈ ജനകീയ പ്രശ്നങ്ങൾ മേൽത്തട്ടിൽ ചർച്ചയായിട്ടില്ല എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നതെങ്കിലും ഇപ്പോൾ അവിടെ നടക്കുന്ന ചർച്ചകളിലൊന്നും അല്ലെങ്കിൽ പുറത്തേക്ക് വരുന്ന കാര്യങ്ങളിലൊന്നും ഈ ജമാഅത്തെ ഇസ്ലാമി വിഷയവും മറ്റുമൊക്കെ ആയിരുന്നു. പെൻഷനൊക്കെ വിഷയമായിട്ട് വന്നെങ്കിലും വല്ലാത്ത ഒരുപാട് കാലത്തേക്ക് നീണ്ടാതിരിക്കാൻ LDFന് സാധിച്ചു, നീട്ടിക്കൊണ്ടുപോകാതിരിക്കാൻ LDFന് സാധിച്ചിരുന്നു. പക്ഷേ ഇതുപോലുള്ള
ങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ തന്നെ അടിത്തട്ടിൽ പ്രശ്നമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മുഖ്യമന്ത്രി അടക്കം സകലമാന സംവിധാനങ്ങളും വന്ന് പ്രചരണത്തിന് ഇറങ്ങിയിട്ട് പോലും ആത്യന്തികമായിട്ട് സർക്കാരിനെതിരായിട്ടുള്ള അതൃപ്തി തന്നെയാണ് അവിടെ വന്നത്. അത് രണ്ട് ഭാഗത്തു നിന്ന് വന്നു. ആര്യാടൻ ഷൗക്കത്തിന് UDFിൻ്റെ ഭാഗത്തു നിന്നും വന്നു. അൻവർ മുഖേനയും അത് ചാനലൈസ് ചെയ്യപ്പെട്ടു എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതല്ലേ? ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ മറ്റ് ഉപതെരഞ്ഞെടുപ്പുകൾ മാറ്റി നിർത്തിയാലും നിലമ്പൂരിനകത്ത് സവിശേഷമായൊരു സാഹചര്യമുണ്ട്. നിങ്ങൾക്കെതിരായിട്ടുള്ളൊരു സൂചനകൾ അവിടെ ഉണ്ട് എന്ന് കാണണ്ടേ ജയിക്ക്? അവസാന ഭാഗത്തേക്ക് വരാം. അത് തന്നെയാണ് ഏതാണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമായിട്ട് UDFിന്റെ പ്രതിനിധി ചൂണ്ടിക്കാണിച്ചത്. അതിന് തൊട്ടു മുമ്പ് ഒരു 2 വാചകത്തിൽ ഞാൻ മനസ്സിലാക്കുന്നു നമ്മുടെ നിലമ്പൂരിലെ മുൻ MLA തൃണമൂൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ട് നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി, അദ്ദേഹത്തിന്റെ പൂർവ്വകാലത്തിലെ ജാതി, മതം അങ്ങനെയൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അദ്ദേഹം CPMന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ പ്രഖ്യാപനം അല്ലെങ്കിൽ പ്രതികരണം അതങ്ങേയറ്റം ബോധപൂർവമായ ഒരു ദുഷ്പ്രചരണത്തിന്റെ ഭാഗമാണ് എന്ന ഒരു കാര്യമാണ് അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത്. അദ്ദേഹം തീരെ ചരിത്രബോധമില്ലാത്ത വ്യക്തിയാണെന്ന് ഞാൻ സത്യസന്ധമായും കരുതുന്നില്ല. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ചരിത്ര സംബന്ധമായ ഒരു ക്ലാസ് എടുക്കാനൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്. അങ്ങ് മനസ്സിലാക്കേണ്ടത് SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു ഇപ്പൊ നിലമ്പൂരിൽ മത്സരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി. SFIയുടെ സംസ്ഥാന സെക്രട്ടറിയായ ഒരു വിദ്യാർത്ഥി നേതാവായി നല്ല ചെറിയ പ്രായത്തിൽ, അങ്ങേക്കാളും എന്നേക്കാളും ഒക്കെ നല്ല ചെറിയ പ്രായത്തിൽ SFI പോലെ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി പദവിയിലേക്ക് വരുമ്പോൾ അതിന് മുമ്പുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ പേരിന്റെ പൂർണ്ണരൂപം എന്തായിരുന്നു? ഗസറ്റ് വിജ്ഞാപനം ചെയ്ത് വിദ്യാർത്ഥി പ്രായത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ പേര് ഏവിധം എങ്ങനെ രൂപാന്തരം പ്രാപിച്ചു? സമയം കിട്ടുമ്പോ പൂർവ്വകാലത്തെ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഈ ചർച്ചയിൽ പ്രസക്തമല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നൊന്നുമില്ല. പക്ഷെ സമയം കിട്ടുമ്പോ തൃണമൂൽ കോൺഗ്രസിന്റെ ആഫീസിലിരിക്കുമ്പോൾ പരിശോധിച്ച് നോക്കണം. അതായത് നിങ്ങളുടെ സ്ഥാനാർത്ഥി വളരെ മികച്ച ആളായിരുന്നു, ചെറുപ്പക്കാരനായിരുന്നു, ആളുകൾക്കെല്ലാം വലിയ പ്രിയമുള്ള ആളാണ്. പുറത്തുനിന്ന് വന്ന സാംസ്കാരിക നായകന്മാരടക്കമുള്ള ആളുകൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ആളാണ് സ്വരാജ്. ഞങ്ങളടക്കമുള്ള മാധ്യമപ്രവർത്തകർക്ക് വലിയ ഇഷ്ടമുള്ള ആളാണ്. പക്ഷെ എന്നിട്ടും തോറ്റു. അപ്പോൾ എന്നിട്ടും തോറ്റിട്ടുണ്ടെങ്കിൽ അത് സർക്കാരിനെതിരായിട്ടുള്ള വികാരം കൊണ്ടല്ലേ? അത്ര പ്രധാനപ്പെട്ട ഒരു നേതാവിനെ പോലും തോൽപ്പിക്കാൻ കാരണമാകും വിധം ഭരണവിരുദ്ധ വികാരം അന്തരീക്ഷത്തിലും താഴെയും വളരെ ശക്തമായിട്ടുണ്ട് എന്നല്ലേ കാണുന്നത് ശ്രീ ജയിക്ക്? അത് നമ്മൾ കാണണ്ടേ? നമ്മൾ സമ്മതിക്കണ്ടേ? അത് നമ്മുടെ ചർച്ചയുടെ രണ്ടാമത്തെ ഭാഗമാണ്. ഞാൻ അതിലേക്ക് വരിക തന്നെ ചെയ്യാം. അതല്ല, ജാതിയും മതവും സമുദായവും ഉപയോഗിച്ച് വോട്ട് നേടാൻ ശ്രമിച്ചു എന്ന അങ്ങേയറ്റം വിഷലിപ്തമായ ഒരു പച്ച നുണ, ഒരു ഹീനമായ കള്ളം അതിവിടെ പ്രതിപാദിച്ചു എന്നുള്ളതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് മാത്രം. അങ്ങയുടെ ചോദ്യത്തിന്റെ ആകത്തുക കോൺഗ്രസ് പ്രതിനിധികളുടെ വാദമുഖങ്ങളും ഏതാണ്ട് ഒരേ സ്വഭാവത്തിലുള്ളതാണ്. പ്രത്യേകത എന്താണ്? അദ്ദേഹം പറയുന്നു, ഇപ്പോൾ പുതുപ്പള്ളിയും പാലക്കാടും തൃക്കാക്കരയും അടക്കമുള്ള ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. ആ പരാജയം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനേറ്റ തിരിച്ചടി തന്നെയാണ്. എന്നാൽ ചേലക്കരയെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, 2021 ലഭിച്ചതിനേക്കാൾ കുറഞ്ഞ വോട്ടോട് കൂടിയിട്ടല്ലേ? അങ്ങനെയാകുമ്പോൾ ഞാൻ തിരിച്ചു പറയില്ലേ കോൺഗ്രസ് പ്രതിനിധി, നമുക്ക് എല്ലാവർക്കും ചരിത്രത്തിൽ ഏറെക്കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും അവകാശമില്ലേ? 2016 സഖാവ് UR പ്രദീപായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ചേലക്കരയിൽ നിന്ന് മത്സരിച്ചത്. 2016 ഏത് വോട്ട് ലഭിച്ചോ ആ വോട്ടിനേക്കാൾ ആയിരക്കണക്കിന് വരുന്ന വോട്ടുകളുടെ ഭൂരിപക്ഷത്തോട് കൂടിയിട്ടല്ലേ 2024 അതേ സ്ഥാനാർത്ഥിയെ നിർത്തി നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് 24/7 ക്യാമ്പ് ചെയ്ത് അതേ മണ്ഡലത്തിൽ ചേലക്കര പിടിക്കുന്നതാണ് രാഷ്ട്രീയ വിജയമെന്ന് പ്രഖ്യാപിച്ച അതേ മണ്ഡലത്തിൽ പിന്നീട് ചേലക്കരയെ കുറിച്ച് മാത്രം നിശബ്ദമായി പോവുകയും ബോധപൂർവ്വം മറവി അഭിനയിക്കുകയും ചെയ്യുന്ന അതേ സ്ഥലത്ത് ഞങ്ങൾ ജയിച്ചത്. അപ്പൊ 2016 ഇടതുതരംഗം വീശിയടിച്ച ഘട്ടത്തിനേക്കാൾ കൂടുതൽ വോട്ട് 2024 ഞങ്ങൾക്ക് ലഭിച്ചില്ലേ? ഇനി നിലമ്പൂരിലേക്ക് വരാം. നിലമ്പൂരിലെ ഭരണത്തിനേറ്റ തിരിച്ചടി എന്ന നിലയിലാണോ നിലമ്പൂർ 2024 അല്ലെ 2025 ഈ തെരഞ്ഞെടുപ്പ് വിധിയെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അവിടെ നിലമ്പൂർ തന്നെ മറുപടി നൽകട്ടെ. ഞാൻ ഏകപക്ഷീയമായി ഞാൻ ആവർത്തിക്കുന്നു, എന്റെ വാദം പറയുന്നില്ല. 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 3.5 പതിറ്റാണ്ട് കാലയളവിലെ UDFന്റെ നിലമ്പൂർ തുടർ പ്രാതിനിധ്യം റദ്ദു ചെയ്യപ്പെടുന്നു. LDF വിജയിക്കുന്നു അല്ലെ? 2021 ഞങ്ങൾ വിജയിച്ചതിനേക്കാൾ ഏതാണ്ട് 43% വോട്ടായിരുന്നു എന്റെ ഓർമ്മ ശരിയെങ്കിൽ 2016 കേരളത്തിൽ ഇടതുമുന്നണിക്ക് ആകെ ലഭിച്ചിരുന്നത്. അതിനേക്കാൾ ഏതാണ്ട് വീണ്ടും 3% വോട്ടിന്റെ ഭൂരിപക്ഷത്തോടു കൂടിയിട്ടാണ് 2021 ഞങ്ങൾ അധികാരത്തിൽ വരുന്നത്. 91 സീറ്റായിരുന്നു 2016 99 സീറ്റാണ് 2021. പക്ഷെ ആങ്കർ നിർബന്ധമായും ഓർമ്മിക്കുമല്ലോ, ആ 99 സീറ്റിന്റെ വർദ്ധിത വീര്യത്തോടുകൂടെ ഞങ്ങൾ രണ്ടാം ഭരണത്തിലേക്ക് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ നിലമ്പൂരിൽ സംഭവിച്ചത് എന്താണ്? UDFന്റെ വോട്ട് 4% കൂടി, LDFന്റെ വോട്ട് 1% കുറഞ്ഞു. ഏത് ഘട്ടത്തിൽ? 2016 നിന്ന് 21 വരുമ്പോൾ 91 സീറ്റ് ഉണ്ടായിരുന്ന ഇടതുമുന്നണി 99 സീറ്റിലേക്കും 43% വോട്ടുണ്ടായിരുന്ന ഇടതുമുന്നണി 46%-ത്തിലേക്കും കേരളം ആകെ തരംഗം വീശിയടിച്ചപ്പോ
ഈ നിലമ്പൂരിൽ മാത്രം എന്ത് ചെയ്തു? ഞങ്ങളുടെ കയ്യിലെ 1% കുറഞ്ഞു, UDF-ന്റെ 4% കൂടി. 2021 നമുക്കൊന്ന് വിശകലനം ചെയ്താലോ? അല്ല, അപ്പൊ ആ കാരണം ഇവിടുത്തെ വിശകലനം ചെയ്താൽ അത് സർക്കാർ വിരുദ്ധതയാണോ, ഒരു മണ്ഡലത്തിൽ മാത്രം ഉണ്ടായ തിരിച്ചടിയാണോ? ജയിക്ക് ഞാൻ ഒന്നുകൂടെ ഞാൻ വല്ലാതെ അങ്ങോട്ട് കടക്കുന്നില്ല. പക്ഷേ എങ്കിലും ഈ ഭരണവിരുദ്ധ വികാരം എന്ന് വെച്ചാൽ കഴിഞ്ഞ സർക്കാർ, രണ്ടാം സർക്കാർ, പിണറായി വിജയൻ സർക്കാർ വരുമ്പോൾ ഭരണവിരുദ്ധ വികാരം സാധാരണഗതിയിൽ എന്ന പോലെ പ്രയോഗിക്കാവുന്ന സാഹചര്യമായിരുന്നില്ല എന്ന് കൂടെ നമ്മൾ കാണണം. കോവിഡ് എന്നൊരു മഹാമാരി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അതിനോട് വളരെ പോസിറ്റീവായിട്ട് പ്രതികരിച്ച ഒരു സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയും സംവിധാനങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അക്കാര്യം അഭിനന്ദനാർഹമാണ്. പക്ഷേ അങ്ങനെ അസാധാരണമായ സാഹചര്യം ഇപ്പോഴില്ല എന്നത് കാണണം. ആ അസാധാരണമായ സാഹചര്യം ഒന്നും ഇപ്പോഴില്ലാത്തപ്പോഴാണ് സാധാരണഗതിയിൽ 5 വർഷം കൂടുമ്പോൾ മാറി മാറി വരുന്ന ഭരണവിരുദ്ധ വികാരം വരാവുന്ന നിലയ്ക്കുള്ള തൊട്ട് മുമ്പുള്ളൊരു തെരഞ്ഞെടുപ്പ് എന്ന് കാണുമ്പോൾ ജയിക്ക് എന്നോട് ഞങ്ങൾക്ക് വിരുദ്ധ വികാരമേ ഇല്ല എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അതവിടെ ഉണ്ട് എങ്കിൽ അതിനെ മറികടന്നു പോകാനുള്ള കാര്യങ്ങളല്ലേ ആലോചിക്കേണ്ടത്? അല്ല, തീർച്ചയായിട്ടും എനിക്കതിനോട് ഏകപക്ഷീയമായ ഒരു വിധി തീർപ്പിന് ഞാൻ നിൽക്കുകയല്ല ചെയ്യുന്നത്. ഇപ്പൊ ഈ മണ്ഡലത്തിൽ തന്നെ അല്പ ദിവസക്കാലം അവിടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതോട് ഞാൻ പറയുന്നു. 8585 വീടുകൾ ലൈഫ് മിഷൻ മുഖാന്തരം ഒരു നിയോജക മണ്ഡലത്തിൽ മാത്രം പൂർത്തീകരിച്ചു. കേരളത്തിൽ തന്നെ 9 വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ ഭവനരഹിതർക്ക് വീട് വെച്ചു കൊടുത്ത ഗ്രാമപഞ്ചായത്തിൽ ഒന്ന് നിലമ്പൂർ നിയോജക മണ്ഡലത്തിലേതാണ്. 44,000-ലധികം വരുന്ന സാധാരണക്കാരായ ജനങ്ങൾ പ്രതിമാസം 1,600 രൂപ സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങുന്നു. 3.5 പതിറ്റാണ്ട് നിലമ്പൂർ നിയോജക മണ്ഡലത്തെ പ്രതിദാനം ചെയ്ത കോൺഗ്രസ് പ്രതിനിധിയും മുൻ വൈദ്യുതി വകുപ്പ് മന്ത്രിയും അദ്ദേഹം പഠിച്ചിരുന്ന ഓടിട്ട ഇടിഞ്ഞു പൊളിഞ്ഞു വീടാറായ സ്കൂള് അതിസമ്പന്നരുടെ മക്കൾ പഠിക്കുന്ന അന്തർദേശീയ നിലവാരമുള്ള മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂളായി രൂപാന്തരപ്പെടുന്നു. നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ പാലം പണിതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ അത് മുഴുവനായിട്ട് ഈ സർക്കാർ അവസാനിപ്പിച്ചോ? അല്ല, ഒറ്റ വാചകം പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പൊ ഈ കാര്യങ്ങളോടൊക്കെയുള്ള തിരിച്ചടി എന്ന നിലയിൽ വേണോ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ നമ്മൾ മനസ്സിലാക്കാൻ, നമ്മൾ വ്യാഖ്യാനിക്കാൻ? അതോ UDF നേതൃത്വം നൽകിയിട്ടുള്ള ചില വിഷലിപ്തമായ പ്രചരണങ്ങളിൽ വശംവദരായി നിലമ്പൂരിലെ ജനങ്ങൾ മാറിയിട്ടുണ്ടോ എന്ന അന്വേഷണമാണോ ഞങ്ങൾ നടത്തുന്നത്? അതെന്ത് വർത്തമാനമാണ് ജയിക്ക്? എനിക്ക് മറ്റുള്ളവരിലേക്ക് പോകണം. അതെന്ത് വർത്തമാനമാണ്? അതായത് താങ്കൾ പറയുന്നത് ഇതൊരു വർഗീയമായിട്ട് ആളുകൾ ചേരിതിരിഞ്ഞുണ്ടാക്കിയൊരു വോട്ടിംഗ് ആണ് എന്നാണോ താങ്കൾ ഈ പറയുന്നത്? അങ്ങനെയാണോ പാർട്ടി ഇതിനെ വിലയിരുത്തിയിരിക്കുന്നത് ഈ മണിക്കൂറുകൾക്കകത്ത്? ഇല്ല, അങ്ങയുടെ തെറ്റിദ്ധാരണയാണ്. UDF-ന്റെ വിഷലിപ്തമായ പ്രചരണമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ നമ്മൾ കണ്ടതുപോലെ SDPI, ജമാഅത്തെ ഇസ്ലാമി, RSS പിന്തുണ എന്ന നിലയിൽ മാത്രമല്ല, അതൊക്കെ യാഥാർത്ഥ്യമായി അവരവരുടെ പ്രതിനിധികൾ തന്നെ ഇന്ന് വാദിക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നു BJP-യുടെ പ്രതിനിധി സ്ഥാനാർത്ഥി ഇന്ന് രാവിലെ പറഞ്ഞത് ഇടതുപക്ഷത്തിന്റെ പരാജയം ഉറപ്പിക്കാൻ ചില BJP-യുടെ പ്രവർത്തകർ കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടുണ്ട്. എന്റെ അഭിപ്രായമല്ല, അങ്ങ് പരിശോധിച്ചാൽ മതി. അങ്ങയുടെ ചാനലിൽ ലഭിച്ചിട്ടുണ്ടാവും, നമ്മുടെ പബ്ലിക് ഡൊമൈന് മുമ്പിലുണ്ട്. ജമാഅത്തെ ഇസ്ലാമി, SDPI പിന്തുണ അവിടെ നിൽക്കട്ടെ, അത് മറ്റൊരു വിഷയത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഞാൻ ഉദ്ദേശിച്ചത് എന്താണ്, കേരളത്തിലെ സർക്കാരും സംഘപരിവാരവുമായി ഒരു രഹസ്യ ബാന്ധവമുണ്ട്. മലപ്പുറം ജില്ലയെ സംബന്ധിച്ചുള്ള പരാമർശം ഇത്യാദി കാര്യങ്ങളിൽ അങ്ങേയറ്റം തെറ്റിദ്ധാരണാജനകവും വിഷലിപ്തവുമായ ഒരു പ്രചരണം UDF ഉയർത്തിക്കൊണ്ടുവന്നു. ആ പ്രചരണങ്ങളിൽ ആരെങ്കിലും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടോ, വശംവദരായി മാറിയിട്ടുണ്ടോ? അതിനെക്കുറിച്ച് പരിശോധന നടത്തും. അങ്ങനെ UDF-ന്റെ വിഷലിപ്തമായ നുണകളിൽ ആരെങ്കിലും വീണ് പോയിട്ടുണ്ടെങ്കിൽ അതിനെ ദൂരീകരിക്കാനുള്ള ശ്രമങ്ങൾ. പക്ഷെ അപ്പോഴും സംശയമുണ്ട്. കാരണം വളരെ വളരെ രാഷ്ട്രീയ പ്രബുദ്ധതയോടുകൂടി വോട്ട് ചെയ്ത ആളുകളോട് നിങ്ങൾ ചില തെറ്റിദ്ധാരണകൾ വീണുപോയതാണ് കേട്ടോ എന്ന് പറയുന്നത് ഈ ഘട്ടത്തിൽ അത്ര സുഖകരമല്ല എന്നൊരു തോന്നലാണ് എനിക്കുള്ളത്. ഞാൻ താങ്കളിലേക്ക് വന്നുകൊള്ളാം. അതെന്തായാലും നിശ്ചയമായിട്ടും താങ്കൾക്ക് ആ കാര്യത്തിൽ ഒരു ഉറപ്പുകൾ ഉണ്ടായിരിക്കുമല്ലോ എന്ന് പറഞ്ഞത്. ശരി ശരി, എനിക്ക് മനസ്സിലായി. അല്ലല്ല, ഞാനൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. വീണ് പോയിട്ടുണ്ടോ? ശരി ശരി, എനിക്ക് മനസ്സിലായത് മറ്റുള്ളവർക്കും ബോധ്യപ്പെട്ടു. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ഷഹീദ് റൂമി, ഇവിടെ നിങ്ങളെല്ലാവരും കരുതുന്നു ഇപ്പോൾ തന്നെ അൻവറിനെ അങ്ങോട്ട് എടുക്കാം എന്ന തരത്തിലുള്ള ആദ്യ പ്രതികരണം തന്നെ വന്നു ഈ പറയുന്ന സണ്ണി വക്കീലിൻ്റെ കയ്യിൽ നിന്ന്. അദ്ദേഹം ഈ പറയുന്ന ഇത്രമാത്രം വോട്ടുള്ള ഒരാളെ എന്തിനു തള്ളിക്കളയണം, അടച്ച വാതിൽ വീണ്ടും തുറക്കാമല്ലോ എന്നെല്ലാം പറഞ്ഞ് നിങ്ങൾ ഒന്നിച്ചു നിന്നങ്ങ് പോകാനാണ് വിചാരിക്കുന്നത്. നിങ്ങൾ കരുതുന്നത് ഇപ്പോൾ ശ്രീ രോഹിത് പറഞ്ഞതുപോലെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യം വരും, പിണറായി വിജയൻ സർക്കാരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അങ്ങോട്ട് തെറിച്ചു പോകും എന്നാണല്ലോ. അതിന് ഈ കാരണങ്ങൾ മതിയോ ശ്രീ സയ്യിദ് റൂമി? അതായത് ഈ മറ്റൊരുപാട് കാര്യങ്ങൾ പരിഗണിക്കുകയാണെങ്കിൽ ഇനി അങ്ങോട്ട് 5-8 മാസമുണ്ട് ബാക്കി എന്ന് മാത്രവുമല്ല, ഈ സർക്കാരിനെതിരായിട്ടുള്ള സമ്പൂർണ്ണമായിട്ടുള്ള വിരോധം ജനങ്ങൾക്കുണ്ട് എന്നതിന് ഇതൊന്നും കാരണമായിട്ടുമില്ല. സനീഷ, ഇങ്ങക്കൊരു ഭയങ്കര താല്പര്യം ഉണ്ടല്ലോ, ഇത് ഭരണവിരുദ്ധ വികാരമല്ല എന്ന് പറയാൻ. അങ്ങനെ ഒരു താല്പര്യമുണ്ടോ? എനിക്ക് താങ്കളോട് ചോദിക്കുമ്പോൾ താല്പര്യമുണ്ട്. എനിക്ക് താങ്കളോട് ചോദിക്കുമ്പോൾ ആ ഒരു താല്പര്യമുണ്ട്. അങ്ങനെ ഞാൻ അവരോട് ജയിക്കലോട് തിരിച്ചുള്ള താല്പര്യം വെച്ച് വിരുദ്ധ. ഓക്കെ അപ്പോൾ ഞാൻ ആ താല്പര്യം മുൻനിർത്തിയല്ല ഞാൻ പറയാം. 2 കാര്യമാണ്. ഒന്ന്,
അൻവർ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നു. ഇപ്പം നേരത്തെ ജയ്ക്ക് പറഞ്ഞ കാര്യങ്ങൾക്കടക്കം എനിക്ക് മറുപടി പറയേണ്ടതുണ്ട്. ഞങ്ങൾ UDFൻ്റെ ഭാഗമാവുമോ ഇല്ലേ എന്നുള്ളതല്ല ഇവിടെ ചർച്ച. അൻവർ നേരത്തെ UDFിലേക്ക് പോകാൻ വേണ്ടിയിട്ടുമല്ല രാജിവെച്ചത്. അദ്ദേഹം പറഞ്ഞ 2 പ്രധാനപ്പെട്ട വിഷയം ഇവിടെ ഉണ്ട്. ഒന്ന്, പോലീസിലെ സംഘപരിവാരവൽക്കരണം. 2, ഈ മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ. ഈ 2 പ്രശ്നവും അഡ്രസ്സ് ചെയ്യുന്നതിൽ ഇടതുപക്ഷം പരാജയപ്പെട്ടു എന്നാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട്. ഇനി അതിനെ നമ്മൾ ഭരണവിരുദ്ധ വികാരം ഉണ്ടോ ഇല്ലേ എന്നുള്ള ചർച്ചയൊക്കെ നമുക്ക് മറ്റൊരു തരത്തിൽ, ഞങ്ങൾ UDFിലേക്ക് പോവോ, UDFിന് അനുകൂലമായി നിൽക്കുമോ, അതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പം ഞങ്ങളുടെ നിലപാട് എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായ രാഷ്ട്രീയം ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞു. ജനങ്ങൾ ഞങ്ങൾക്ക് അതിന് വേണ്ട അംഗീകാരം തന്നിട്ടുണ്ട്. ആ അംഗീകാരത്തിൽ ഞങ്ങൾക്ക് നന്ദിയുണ്ട്. പക്ഷെ ഞങ്ങൾ പോരാട്ടം അവസാനിപ്പിക്കില്ല. ഇവിടുത്തെ മനുഷ്യരോട് ഈ രാഷ്ട്രീയം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. വർഗീയതക്ക് പോലും എപ്പോഴും വർഗീയതക്കും ചാപ്പകുത്തലുകൾക്കും മലപ്പുറത്തെ ചില പ്രമുഖ സമുദായങ്ങളും വിധേയമാക്കുന്നതിനേരെയുള്ള രാഷ്ട്രീയം, ആ രാഷ്ട്രീയം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും, തുടർന്നുകൊണ്ടിരിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടായത്. ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ UDFന് ഞങ്ങളിവിടെ സംസാരിച്ചത് മുഴുവനായിട്ടും പിണറായി സത്തിനെതിരാണ്. ഞങ്ങൾ സതീശനെതിരെ ആ തെരഞ്ഞെടുപ്പിൽ സംസാരിച്ചിട്ട് പോലുമില്ല. ഞങ്ങൾ ആ ഘട്ടത്തിൽ പറഞ്ഞുപോയി. പിന്നീട് മുഴുവനായിട്ട് പറഞ്ഞത് പിണറായി സത്തിനെതിരാണ്. ആ പിണറായി സത്തിനെതിരെ അൻവർ ഉയർത്തിയ കലാപക്കൊടി ജനങ്ങൾ സ്വീകരിച്ചത് ഇപ്പം ആര്യാടൻ ഷൗക്കത്ത് പ്ലസ് അൻവറിൻ്റെ വോട്ട് അതിലേക്കൊരു 10,000 കൂടി കൂട്ടു. കാരണം ഒരുമിച്ച് നിന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ ആ കൺഫ്യൂഷൻ ഒഴിവാക്കിയാലുണ്ടാകാവുന്ന തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് ഇതെല്ലാം കൂടി ചേർത്ത് ഒരു വലിയ ഭരണവിരുദ്ധ വികാരമുണ്ട്. അൻവർ മറുവശത്തായിരുന്നെങ്കിൽ ആ വിരുദ്ധ വികാരത്തിൻ്റെ ഡെപ്ത് നിങ്ങൾക്ക് മനസ്സിലാവുമായിരുന്നു. അപ്പോൾ ഇല്ല എന്നൊക്കെയുള്ള വരുത്തി തീർക്കാനുള്ള ശ്രമം. ഇനി രണ്ടാമതൊരു വിഷയം, ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നതിന് ഇവർ പറയുന്ന ഒരു പ്രത്യേകപ്പെട്ടൊരു കാരണമുണ്ട്. ആ കാരണം എന്താ? ഈ ചേലക്കരയാണ്. ചേലക്കരയിൽ അൻവർ ഫാക്ടർ ഉണ്ട്. ചേലക്കരയിൽ ഒന്ന് ആലോചിച്ച് നോക്കും. ഞങ്ങൾ 4000 വോട്ട് പിടിച്ചിട്ടുണ്ട്. ആ 4000 വോട്ട് ആരാ വോട്ടാ? മിക്കവാറും അത് UDFിൻ്റെ വോട്ടായിരിക്കും. ആ വോട്ട് കൂടി ഇല്ലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ആ വോട്ട് കൂടി ഇല്ലായിരുന്നുവെങ്കിൽ അവിടുത്തെ നിങ്ങൾ മൊത്തം നിങ്ങളാണ് കാര്യങ്ങളെല്ലാം ചെയ്തെന്നാണല്ലോ പറയുന്നത്. ഇവിടെ UDFിനും LDFിനും ഇല്ലാത്തത്ര കരുത്ത് ഞങ്ങൾ തെളിയിച്ചില്ലേ? ഉണ്ട്, ഞങ്ങൾ തെളിയിച്ചില്ല. ഞാൻ ഞങ്ങൾ കേരള ഒരു മിനിറ്റ് ഞങ്ങൾ കേരളത്തിലാകെ കരുത്തുള്ള ആളുകളാണെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ ഞങ്ങൾ പറയുന്നു 20,000 വോട്ട് ഒരു തെരഞ്ഞെടുപ്പിൽ ശക്തമായ മുന്നണികൾ നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ 20,000 വോട്ട് ഒറ്റക്ക് പിടിക്കാൻ കഴിയുന്ന എത്ര നേതാക്കൾ കേരള രാഷ്ട്രീയത്തിൽ? ഞാനങ്ങനെ താങ്കളുടെ ഈ സമയത്ത് ചോദിക്കേണ്ടെന്ന് കരുതിയാണ്. പക്ഷേ 2 തവണയായിട്ട് MLA ആയിട്ട് ഒരു നിമിഷം ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. ഞാൻ താങ്കൾക്ക് സമയം തന്നു. ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. അതായത് 2 തവണയായിട്ട് MLA ആയിട്ടിരുന്നയാള് ഈ പറയുന്ന കോവിഡ് അടക്കമുള്ള സാഹചര്യങ്ങൾ ഉണ്ടായപ്പോൾ അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA ആയിട്ടിരുന്നിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാര്യങ്ങൾ നടപ്പാക്കിയ ഒരു MLA, അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും കുറച്ച് വോട്ട് കിട്ടില്ലേ എന്ന് ഞാൻ ചോദിച്ചാൽ എന്ത് മറുപടി നിങ്ങൾ നൽകുക? നിങ്ങളുടെ നേതാവിന്റെ ഒറ്റക്കുള്ള സിംഗിൾ ഹാൻഡഡ് ആയിട്ടുള്ള ശക്തി കൊണ്ടാണ് വോട്ട് കിട്ടിയത്. ഒരു കാര്യം സനീഷ്, കുറച്ച് ഒരൊറ്റ മിനിറ്റ് ഇങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ ഇന്നലെ വരെ പറഞ്ഞത് 5,000 വോട്ട് 3,000 വോട്ട് ഇടതുപക്ഷ 5,300 വോട്ട്. നിങ്ങൾ പറഞ്ഞു എന്നല്ല, ഞാൻ നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ സനീഷ് പറഞ്ഞു ഞാൻ പറഞ്ഞില്ല. പക്ഷേ താങ്കളെ ചേലക്കരയിൽ ഞങ്ങളാണ് വിജയിപ്പിച്ചത്, ഇവിടെ ഞങ്ങൾ ആ പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറഞ്ഞ ഒരു പരിധിക്കപ്പുറത്തേക്ക് അവകാശവാദം ഉയർത്തല്ലേ? സനീഷേ, ഒറ്റ മിനിറ്റ്, ഞങ്ങൾ ഒറ്റ ചോദ്യം. ചേലക്കര ഞങ്ങൾ മത്സരിച്ചിരുന്നോ? അല്ല, മത്സരിച്ചില്ലല്ലോ. മത്സരിച്ചിരുന്നു. ആ അല്ല, നിങ്ങൾ 4,000 വോട്ട് മത്സരിച്ചു. നിങ്ങൾ 4,000 വോട്ട് ഇപ്പുറത്ത് പിടിച്ചത് മറ്റവരുടെയാണ്. അതുകൊണ്ടാണ് LDF ജയിച്ചത് എന്ന് പറഞ്ഞിട്ട് അവരുടെ വിജയത്തെ താങ്കൾ കുറച്ച് എന്റെ പ്രശ്നം അത്രയേ ഉള്ളൂ. അതായത് നിങ്ങൾ ഇവിടെ ഒരു തെറ്റില്ലാത്തൊരു മുന്നേറ്റം ഉണ്ടാക്കി, ഞാൻ സമ്മതിക്കുന്നു. ആരുടെ വിജയത്തെ? ഒരു മിനിറ്റ്, ഞാൻ പറയണത് അങ്ങനെ ഒരു ചർച്ച വരുമ്പോൾ ഭരണവിരുദ്ധ വികാരത്തിലേക്ക് പോകേണ്ടിയിരുന്ന ചില വോട്ടുകൾ എന്ന് പറഞ്ഞാൽ UDFന് കിട്ടേണ്ടിയിരുന്ന വോട്ടുകൾ അന്ന് അൻവർ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ വലിയ പരിക്കില്ലാതെ LDF ജയിച്ചത് എന്നാണ് എന്റെ പോയിന്റ്. ഭരണവിരുദ്ധ വികാരമില്ല എന്ന് പറയാൻ താങ്കൾ പിടിച്ചുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത്. അതിന്റെ മറുപടി ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ നിലമ്പൂരില് 2 തവണ MLA ആയിട്ട് ഏറ്റവും ക്രൈസിസ് നിറഞ്ഞൊരു കാലത്ത് MLA ആയിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൂടെ പ്രവർത്തനങ്ങൾ നടപ്പാക്കിയ കൊള്ളാവുന്ന ഒരു MLA എന്ന നിലക്ക് നിശ്ചയമായിട്ടും അദ്ദേഹത്തിന് ലഭിക്കാവുന്ന വോട്ട് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നല്ലാതെ ഇതിനെ ആകപ്പാടെ ഞാനാണ് മാറ്റിയത് എന്ന് അൻവർ വന്ന് പറഞ്ഞാൽ അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള പോയിന്റാണ് ഞാൻ മുന്നോട്ട് വെച്ചത്.
ശരി, ആ സമ്മതിച്ചു കൊടുക്കാനുള്ള നിങ്ങളെ ബുദ്ധിമുട്ടി ഞങ്ങൾക്ക് മനസ്സിലാവും. അത് പിടി, ആ വിഷയം ഞങ്ങൾക്ക് അവസാനിപ്പിക്കാം. തീർച്ചയായിട്ടും ആ ബുദ്ധിമുട്ടി ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, അതിൽ ഞങ്ങൾക്ക് പരാതിയില്ല. പക്ഷെ ഒന്ന് പറയാം, അൻവർ ഉയർത്തിയ രാഷ്ട്രീയത്തിന്റെ വലിയ വിജയമാണ് ഇവിടെ നടന്നത്. ബാക്കി ഇനി വരും കാലങ്ങളിൽ, വരും ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യാം. ആ ഒറ്റ കാര്യം കൂടെ, എൻ്റെ ഇപ്പോൾ ചോദ്യം തീർന്നിട്ടില്ല, എന്നിട്ട് വേണം രോഗത്തിലേക്ക് പോകാൻ. ഒരു കാര്യം താങ്കൾ പറയാതെ വിടുന്നത് ഈ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധമാണ്. അതായത് ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധം അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ മാധ്യമങ്ങളോ മറ്റാരെങ്കിലുമോ ഉയർത്തിയതല്ല. അവിടെ പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകളിലൂടെ, അതായത് ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദമില്ല എന്ന അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിലൂടെ വന്ന ചർച്ചയാണ്. നമുക്കത് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ അത് സംബന്ധിച്ച് നിങ്ങൾക്ക് അഭിപ്രായമേ ഇല്ല. അത് അവിടെ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ടുണ്ട്, ഘടകമായിട്ടുണ്ട് എന്ന് ജയിക്കിനെ പോലെ ആൾ ചൂണ്ടിക്കാണിക്കുകയാണ്. അത് അവിടെ ഒരു ഞാൻ ചോദിക്കണം, ഒരു മിനിറ്റ്. ജമാഅത്തെ ഇസ്ലാമി വർഗീയ സംഘടനയാണ് എന്ന് പറഞ്ഞ്, അതിലെങ്കിൽ അവർക്ക് തീവ്രവാദം അല്ലെങ്കിൽ അവർ മതരാഷ്ട്രവാദം ഇപ്പം ഇല്ല എന്ന് എന്താ പറയുക VD സതീശൻ പറഞ്ഞതുകൊണ്ടാണോ ഇവിടെ വോട്ട് കൂടിയത്? അതാണോ? ജമാഅത്തെ ഇസ്ലാമിക്ക് ഇവിടെ ആകെയുള്ള വോട്ട് 2000-ന്റെ താഴെ. അങ്ങനെ ഞാൻ ചോദിക്കണം, ഇത്ര ഇല്ലാത്തൊരു സാധനത്തെ പെരുപ്പിച്ച് കാണിച്ച് നമ്മളെ മുന്നിൽ നിൽക്കുന്ന ഒരു വിഷയമുണ്ട്. എന്താണ്? സംഘ് പരിവാർ ഫാഷിസം. ഈ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറയാണ്, ഞങ്ങൾ നേരത്തെ RSS ആയിട്ട് ചേർന്നിട്ടില്ല. ഇതിന്റെ മലയാളം എന്താ? ഇതിൽ നിങ്ങൾക്ക് ഒരു ആശങ്കയില്ലല്ലോ. യോജിക്കാം, അത് ചോദിച്ചോളൂ. അപ്പൊ ഇത് രണ്ടും ഒരുപോലെയല്ല. കാരണം മൂർത്തമായ യാഥാർത്ഥ്യമാണ് ഇന്ത്യയിലെ ഫാഷിസം എന്ന് പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞാൽ കേരളത്തിലാകെ 10,000 വോട്ടേ ഓൽക്ക് ഉണ്ടാവുള്ളൂ. കേരളത്തിലാകെ ഇന്ത്യ ഒരു മതരാഷ്ട്രമാക്കുമെന്ന് വിശ്വസിക്കുന്ന മൂഢന്മാരുടെ സ്വർഗത്തിലാണ് CPM-ന്റെ നേതാക്കൾ. പക്ഷേ ഫാഷിസം എന്ന് പറയുന്ന ഇന്ത്യയിലെ സംഘ് പരിവാറിന്റെ ഫാഷിസം ഇവിടെ നിൽക്കുമ്പോൾ അതിനോട് പ്രതികരിക്കാതെ ജമാഅത്തെ ഇസ്ലാമിയെ ചൂണ്ടിക്കാണിക്കുന്നതിലെ വൈരുദ്ധ്യത്തോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്. എനിക്ക് ജയിക്കിനോടുള്ളതാണ്. ഞാൻ ജയിക്കിലേക്ക് വരാം. ശ്രീ രോഹിത്, ഞാൻ താങ്കളിലേക്ക് വരുന്നതിന് മുമ്പ് ഒന്ന് ഗണേഷിലേക്ക് പോയിട്ട് വരാം. ഗണേഷ്, ഇവിടെ ഈ പറയുന്ന വർഗീയമായിട്ടുള്ള സംഭവങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നു. SDPI-ക്കാരെ ഇവർക്കൊപ്പം നിന്നു, ജമാഅത്തെ ഇസ്ലാമി അവർക്കൊപ്പം നിന്നു എന്ന പോയിന്റ് താങ്കൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചു. പക്ഷേ അതെല്ലാം മാറ്റിവെക്കുമ്പോഴും അത്തരം ചർച്ചകളെല്ലാം അവിടെ ഉള്ളപ്പോൾ തന്നെയും ജനം അവർക്ക് മുന്നിൽ മൂർത്തമായി നിൽക്കുന്ന ഒരു ഭരണവിരുദ്ധ വികാരത്തിൻ്റെ പുറത്താണ് വോട്ട് ചെയ്തത് എന്ന പോയിന്റ് തന്നെയാണോ താങ്കളും താങ്കളുടെ പാർട്ടിയും കണ്ടിരിക്കുന്നത്? അല്ല സനീഷ, ഈ ചർച്ചയിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ഭരണവിരുദ്ധ വികാരത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് അത് ഉൾക്കൊള്ളാൻ LDF-ന്റെ പ്രതിനിധി തയ്യാറല്ല. അത് അവരുടെ നയം അങ്ങനെയാണ്. അവർക്കെതിരെ ചൂണ്ടിക്കാണിക്കുന്നവരെതിരെ അല്ലെങ്കിൽ അവർക്കെതിരെ പ്രതിഷേധിക്കുന്നവരെ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ വിദ്യാർത്ഥികൾ അവിടെ ഒരു വിദ്യാർത്ഥി സംഘടന അവർക്കെതിരെ ശക്തമായൊരു പ്രതിഷേധം സംഘടിപ്പിക്കുമ്പോൾ ആ പ്രതിഷേധത്തിനെ എങ്ങനെയാണ് നേരിടുന്നത്? അവരെ ആക്രമിച്ചുകൊണ്ട് നേരിടുകയാണ്. അവരെ എന്താ പറയുക, കുറുവടി ഉപയോഗിച്ചും രക്ഷാപ്രവർത്തനം എന്നുള്ള വാക്കുകൾ ഉപയോഗിച്ചും അവരെ നേരിടുന്ന സമീപനമാണ് ഇവിടെ CPM-ഉം അതിൻ്റെ അനുബന്ധ സംഘടനകളും ഒക്കെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ജയിക്കിനെ പോലെയുള്ള ആളുകൾ ഈ ചാനലിൽ വന്നിട്ട് അതിശക്തമായിട്ട് അത് വാദിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കേരളത്തിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകൾ, എന്താ പറയുക, സാംസ്കാരിക നായകന്മാരെന്ന് അവകാശപ്പെടുന്ന ആളുകളൊക്കെ കേരളത്തിൽ CPM-ന് കിട്ടാവുന്ന ഏറ്റവും മികച്ച ഒരു നേതാവിനെ, അവരുടെ പാർട്ടി സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ടുള്ള ഒരാളെ തന്നെ അവരുടെ സ്വന്തം നാട്ടിൽ, നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഞാനിപ്പോൾ അങ്ങനെ പരിശോധിക്കുകയായിരുന്നു. ഞാൻ നോക്കുമ്പോൾ സ്വരാജിന്റെ പഞ്ചായത്തിലും സ്വരാജിന്റെ വാർഡിലും സ്വരാജ് തോറ്റു എന്നാണ്, കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല, സ്വരാജ് തോറ്റു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അങ്ങനെ ഒരാളെ തോൽക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അത് ഈ സർക്കാരിനെതിരെയുള്ള വികാരം തന്നെയല്ലേ? അത് ശക്തമായിട്ട് പ്രതിഫലിപ്പിക്കുവാൻ എന്താ പറയാ, ഈ പ്രതിഫലിപ്പിക്കേണ്ട സമയത്ത് അതിനെതിരെ എന്താ പറയാ, പുതിയ തലത്തിലേക്ക് നീങ്ങേണ്ട സമയത്ത് അതിനെ പ്രതിരോധിക്കുകയാണ്. അത് ചൂണ്ടിക്കാണിക്കുന്ന ആളുകളെ ആക്രമിക്കുവാനുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇടപെടുന്നത്. നമുക്കൊന്ന് രോഹിത്തിലേക്കും ജോയിക്കിലേക്കും പോയിട്ട് ഈ ചർച്ച അവസാനിപ്പിക്കാം. അതിനിടയിൽ സമയമുണ്ടെങ്കിൽ ഞാൻ രണ്ടുപേരിലേക്ക് കൂടെ വന്നുകൊള്ളാം. ശ്രീ രോഹിത്, ഇവിടെ ഇപ്പോഴത്തെ ഒരു ചോദ്യം, രണ്ട് കാര്യങ്ങളാണ് ഭാവിയിലേക്കുള്ളത്. ഒന്ന്, ഈ ഭരണവിരുദ്ധ വികാരമായതുകൊണ്ട് നിങ്ങൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടുക എന്നത്, അതവിടെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. രണ്ടാമത്തേത്, അൻവർ നിങ്ങളുടെ കൂടെ വരുമോ എന്നതാണ്. എനിക്ക് തോന്നിയത് സണ്ണി വക്കീലും രമേശ് ചെന്നിത്തലയൊക്കെ സംസാരിക്കുന്നത് കേട്ടിട്ട് ആ അൻവറിനെ തള്ളിക്കളയാനുള്ള നിലപാട് തങ്ങൾക്കില്ല എന്നതാണ് അവർ പറയുന്നതായിട്ട് എനിക്ക് മനസ്സിലായത്. എന്തായിരിക്കും സംഭവിക്കുക? ആ രണ്ട് ചോദ്യങ്ങളിലേക്കും വരുന്നതിന് മുമ്പേ ഇവിടെ ജയിക്ക് യാഥാർത്ഥ്യങ്ങൾ അംഗീകരിക്കാതെ കുറേ ശതമാനക്കണക്കും മാനവേദം സ്കൂളുകളും അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ
അദ്ദേഹത്തിൻ്റെ പാർട്ടി ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ പോകുന്ന അണികൾക്ക് ഈ തെരഞ്ഞെടുപ്പിൻ്റെ തോൽവിയുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. അദ്ദേഹം ആ വാദഗതിയൊക്കെ ഇവിടെ ഉയർത്തുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് സന്ദേശം സിനിമയിലെ ശങ്കരാടിയുടെ കഥാപാത്രമാണ്. ആ ശങ്കരാടിയുടെ കഥാപാത്രത്തോട് ആളുകൾ ചോദിക്കുന്നുണ്ട്, നമ്മൾ എങ്ങനെയാണ് തോറ്റതെന്ന് ലളിതമായിട്ട് പറഞ്ഞു തരാൻ പറ്റുമെന്ന്. ഈ കേരളത്തിലെ ജനങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നത് ഇനിയെങ്കിലും നിങ്ങൾ കേരളത്തിലെ ജനങ്ങളോടൊന്ന് പറഞ്ഞു കൊടുക്കണം, എന്തുകൊണ്ടാണ് നിങ്ങൾ തോറ്റതെന്ന്. നിങ്ങൾ 9 വർഷക്കാലം നടത്തിയ ജനവിരുദ്ധ സമീപനങ്ങളുടെ ഭാഗമായിട്ടാണ് നിങ്ങൾ തോറ്റുപോയത്. നിങ്ങൾ പെൻഷൻ കൊടുക്കാത്തതിൻ്റെ പേരിലാണ് തോറ്റുപോയത്. നിങ്ങൾ ലൈഫ് മിഷനിൽ വീട് കൊടുക്കാത്തതിൻ്റെ പേരിലാണ് നിങ്ങൾ തോറ്റുപോയത്. നിങ്ങൾ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചതിൻ്റെ പേരിലാണ് നിങ്ങൾ തോറ്റുപോയത്. നിങ്ങൾ വെള്ളക്കരം കൂട്ടിയതിൻ്റെ പേരിലാണ് നിങ്ങൾ തോറ്റുപോയത്. അങ്ങനെ ജനങ്ങളെ ദ്രോഹിച്ചതിൻ്റെ പേരിലാണ് നിങ്ങൾ തോറ്റുപോയത്. അത് ഇനിയെങ്കിലും അംഗീകരിക്കാതെ ഇങ്ങനെ ന്യായീകരണം നടത്തിയാൽ കേരളത്തിൽ CPIM എന്ന് പറയുന്ന പ്രസ്ഥാനം നിലനിൽക്കണമെന്ന് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ഇടതുപക്ഷം കേരളത്തിൽ ഉണ്ടാവണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് ഇല്ലാതാക്കുന്ന സമീപനത്തിലേക്കാണ് നിങ്ങളുടെ നയപരിപാടികൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തത്, PV അൻവർ പിന്നെ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകുമോ UDF-ലേക്ക് വരുന്നോ എന്നത് ഞങ്ങളെ സംബന്ധിച്ച് വിഷയമല്ല. അദ്ദേഹം ഇല്ലാതെയും UDF-ന് ജയിക്കാൻ പറ്റുമെന്ന് കേരളത്തിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. UDF ഒരുമിച്ച് നിന്നാൽ ഈ അൻവറിനെ പോലെയുള്ള ആളുകളുടെ ഒന്നും സഹായമില്ലാതെ തന്നെ കേരളത്തിൽ UDF-ന് അധികാരത്തിലേക്ക് വരാൻ പറ്റും. നേതൃത്വം അതുമായി ബന്ധപ്പെട്ട് വളരെ ഗൗരവമായി ചർച്ച ചെയ്യുന്നത് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ശരി, വളരെ നന്ദി. ജയ്ക്ക് 2 മിനിറ്റുണ്ട്, 2 ചോദ്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ചോദ്യം ഇതാണ്, നിങ്ങൾ ഈ കാര്യങ്ങളിൽ നിന്ന് പാഠം പഠിക്കണം എന്ന് വിജയിച്ച ഒരു കക്ഷി നിങ്ങളെ ഉപദേശിക്കുകയാണ്. അക്കാര്യത്തോട് നിങ്ങളുടെ നിലപാട് എന്താണ്? രണ്ടാമത്തേത്, നേരത്തെ ഷഹീദ് റൂമി ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ടല്ലോ, RSSമായുള്ള ബന്ധം എന്തിനാണ് അവസാന ദിവസം പരിണതപ്രജ്ഞനായ MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, BJP വോട്ട് RSS വോട്ട് ഹിന്ദു വോട്ടിംഗ് സമാഹരിച്ചു കളയാം എന്നൊരു ദുഷ്ചിന്ത ഉണ്ടായിരുന്നോ എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ആളുകളുമുണ്ട്. ഈ 2 കാര്യങ്ങൾക്കുള്ള വിശദീകരണമായിട്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. ഒന്ന് വർഗീയതയുമായിട്ടുള്ള ഇടതുപക്ഷത്തിന്റെ ബാന്ധവം, അത് ഈ കൂട്ടരെ ഈ തെരഞ്ഞെടുപ്പിൽ ആകെ ഉയർത്തിയ വശൽപ്രദമായ ഒരു പച്ച നുണയായിരുന്നു, ഒരു പച്ചക്കള്ളമായിരുന്നു. പക്ഷെ അതിനെ സാധൂകരിക്കാൻ വേണ്ടിയിട്ട് ബഹുമാന്യനായ സ്വതന്ത്ര MLA അല്ലെങ്കിൽ TMCയുടെ നേതാവിന്റെ പ്രതികരണം എന്നാണ്. അദ്ദേഹം പറയുന്നു, ഈ സംഘപരിവാർ ഫാസിസം എന്ന വലിയ ഭീമാകാരമായ ഒരു ശത്രുവിന്റെ മുമ്പിൽ ജമാഅത്തെ ഇസ്ലാമിയെ ചൂണ്ടിക്കാട്ടി നിങ്ങൾ ശത്രു എന്ന് പറയാൻ പാടുണ്ടോ? അത് വിഷമുള്ള പാമ്പ് രാജവെമ്പാലയായാലും അണലിയായാലും തേളായാലും നീർക്കോളായാലും അതിന് വിഷമുണ്ട് എന്ന് ഞങ്ങൾ വിളിച്ചു പറയും. അതിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് വിഷമുണ്ട്. RSSനോളം വലിയ വിഷം ജമാഅത്തെ ഇസ്ലാമിക്ക് ഇല്ലെങ്കിലും ജമാഅത്തെ ഇസ്ലാമിക്കും RSSനോളം പോന്ന വിഷമുണ്ട് എന്ന് പറയുമ്പോൾ അങ്ങേക്ക് പ്രത്യേക പൊള്ളൽ ഉണ്ടാവേണ്ട കാര്യമില്ല. ആ പൊള്ളലുണ്ടെങ്കിൽ ഏതു തെരഞ്ഞെടുപ്പായാലും അത് ഗ്രാമപഞ്ചായത്ത് വാർഡിലേക്കാകട്ടെ ഇന്ത്യൻ പാർലമെന്റിലേക്കാകട്ടെ ജമാഅത്തെ ഇസ്ലാമിക്ക് വിഷമുണ്ട്. ആ വിഷത്തിന് RSSനോട് അനുരൂപമായ വിഷമുണ്ട് എന്ന് ഞങ്ങൾ പറയുക തന്നെ ചെയ്യും. അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ പരാജയപ്പെടുന്നോ? അങ്ങ് സ്ഥാനാർത്ഥികളുടെ പ്രതികരണം കേട്ടില്ലേ? വർഗീയതയുടെ പിന്തുണ വേണോ എന്ന് ചോദിക്കുമ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസ് നേതാവിന്റെ സഹപ്രവർത്തകരുണ്ടല്ലോ, അങ്ങ് ഇടപെടണ്ട. ഞാൻ അങ്ങ് സംസാരിച്ചപ്പോൾ ഇടപെട്ടില്ലല്ലോ, അങ്ങ് ഇടപെടണ്ട. ഞാൻ എന്റെ ഭാഗം പറയുന്നത് അവസാനിപ്പിച്ചു. ഇനി അങ്ങോട്ടും ചർച്ച നടത്താനുള്ളതാണ് നമുക്ക്. അതുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. സമയമായി എനിക്ക്. ജയിക്ക് പോരെ, നിർത്താമല്ലോ? അല്ല, ഒറ്റവാദയോടെ പറഞ്ഞ് ഞാൻ നിർത്തുന്നു. വർഗീയതയുടെ ബാന്ധവം വേണോ എന്ന് ചോദിക്കുമ്പോ കോൺഗ്രസ് നേതാവ് കരുതണ്ട, ചായയിൽ ഉപ്പ് പോരെന്നോ ബിസ്ക്കറ്റിൽ മധുരം പോരെന്നോ ഞങ്ങൾ പറയില്ല. ഇന്നത്തേതുപോലെ ഏത് പരാജയപ്പെട്ടതിന് ശേഷം ഇടതുപക്ഷം പറയുന്നത് പോലെ തന്നെ ഞങ്ങൾ പറയും. അതിന്റെ പിന്തുണ വേണ്ട, അതിന്റെ ബാന്ധവം വേണ്ട എന്ന്. പിന്നെ തിരിച്ചടികൾ എന്ന പാഠം ഉൾക്കൊള്ളാൻ ഞങ്ങൾ തയ്യാറല്ലാതെ ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ ഉൾക്കൊണ്ടത് നമുക്ക് അവസാനിപ്പിക്കാം. ഗോവിന്ദൻ മാഷ് പറഞ്ഞ RSS അനുകൂല പ്രസ്താവന എന്ന് ഇവർ വിളിക്കുന്ന പ്രസ്താവനയെ കുറിച്ച് കൂടെ എനിക്ക് കേൾക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ എന്റെ സമയം കടന്നുപോയതുകൊണ്ടാണ്. അടുത്ത ബുള്ളറ്റിലേക്ക് പോകണം. വളരെ നന്ദി ശ്രീ ജെയ്സി തോമസ്, ശ്രീ രോഹിത്, ശ്രീ ഷഹീദ് റൂമി, ശ്രീ ഗണേഷ് ഈ ചർച്ചയിൽ പങ്കെടുത്താൻ. ഇനി അങ്ങോട്ടുള്ള വലിയ ചർച്ചകളുടെ തുടക്കം മാത്രമേ ആകുന്നുള്ളൂ. ഇനി ഒരുപാട് ചർച്ചകൾ ഇത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരാനുള്ളതാണ്. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം തന്നെയും ഇനി ദിവസങ്ങളോളം, ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയും നീളുന്ന ചർച്ചകൾക്കുള്ള വിഷയങ്ങളാണ്. അതെല്ലാം അതിൻ്റെ പ്രാഥമിക രൂപത്തിലാണെങ്കിലും ഇവിടേക്ക് വന്നു എന്നതാണ് കാണുന്നത്. വളരെ നന്ദി അതിഥികൾക്ക് എല്ലാവർക്കും.